Hello all. നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോകാം. ദാറ്റ് ഇസ് പൊട്ടൻഷ്യോമീറ്റേഴ്സ്. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ പല ടൈപ്പ് ബ്രിഡ്ജാണ് പറഞ്ഞത്. മാക്സ്വെൽസ് ബ്രിഡ്ജ്, അതുപോലെ ഷെറിംഗ് ബ്രിഡ്ജ്, വീൻ ബ്രിഡ്ജ്, ഇതൊക്കെയാണ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞത്. നെക്സ്റ്റ് വിൽ മൂവ് ഓൺ ടു പൊട്ടൻഷ്യോമീറ്റർ. So what is meant by potentiometer? You might have studied in your school that word is a potentiometer. എന്താ പൊട്ടൻഷ്യോമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? It's an instrument which measures the unknown voltage by balancing it with a known voltage. അപ്പോൾ ഒരു വോൾട്ടേജ് മെഷർമെന്റിന് വേണ്ടിയിട്ട് ഒരു നോൺ വോൾട്ടേജിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ ബാലൻസ് ചെയ്തിട്ട് അതിന്റെ വോൾട്ടേജ് കണ്ടുപിടിക്കാനാണ് പൊട്ടൻഷ്യോമീറ്റർ. സോ ദ നോൺ വോൾട്ടേജ് AC ആവാം, DC ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് സെൽ ആവാം. വാട്ട് അബൌട്ട് ഇറ്റ് ഗിവ്സ് എ ഗുഡ് ആക്യുറസി, പവർ കൺസംഷൻ ഒന്നും ഇല്ല അതിന്. AC പൊട്ടൻഷ്യോമീറ്റർ ആയാലും ശരി, DC പൊട്ടൻഷ്യോമീറ്റർ ആയാലും ശരി, ചെയ്യുന്നത് ഒരേ കാര്യം തന്നെയാണ്. വോൾട്ടേജ് തന്നെയാണ്, അൺനോൺ വോൾട്ടേജ് തന്നെയാണ് മെഷർ ചെയ്യുന്നത്. But the difference is that DC potentiometer ആവുന്ന സമയത്ത് you will be having only the magnitude, whereas if you are having an AC potentiometer you will have both magnitude as well as a phase angle. അല്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയുക, വീൻ ബ്രിഡ്ജോ അല്ലെങ്കിൽ ഇൻഡക്ടൻസ്, മാക്സ്വെൽസ് ഇൻഡക്ടൻസ് ബ്രിഡ്ജോ ഒക്കെ പറഞ്ഞ ടൈമിൽ നമ്മൾ പറഞ്ഞിരുന്നു അതിനൊരു മാഗ്നിറ്റ്യൂഡും ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഒരു ആംഗിളും ഉണ്ടായിരിക്കും. അതല്ല റെക്ടാംഗുലർ ഫോമിലെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊരു റിയൽ പാർട്ടും ഉണ്ടായിരിക്കും, അതിനൊരു കോംപ്ലക്സ് പാർട്ടും ഉണ്ടായിരിക്കും. രണ്ടും കൂടെ ചേർന്നിട്ടായിരിക്കും എപ്പോഴും നമുക്കൊരു AC കമ്പോണന്റ് ആണെങ്കിൽ ഉണ്ടാവുക. നമുക്ക് സിലബസിൽ DC പൊട്ടൻഷ്യോമീറ്റർ ആണ് പറയുന്നത്, അപ്പൊ നമ്മൾ DC മാത്രമേ സിലബസിൽ പറയുന്നുണ്ടാവുള്ളൂ. ഇറ്റ് ക്യാൻ ബി ഓൾസോ യൂസ് ടു ഡിറ്റർമിൻ ദ കറന്റ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി കാലിബ്രേഷൻ ഓഫ് അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, എക്സെട്ര. ഓക്കെ, നൗ ലെറ്റ് us see what are the main components in a basic DC potentiometer. So from the figure it is very clear that you are having a battery, you are having a slide wire, you are having a rheostat, and you are having a sliding contact. ഇതിൽ നമുക്ക് ഇങ്ങനെ ഒരു സാധാരണ ഒരു പെൻ, ഒരു എന്താ പറയുക, ഒരു പേന എന്ന് പറയാൻ പറ്റില്ല, ഒരു അറ്റത്ത് കുറച്ച് ഷാർപ്പായിട്ടുള്ള ഒരു എൻഡിൽ ഇങ്ങനെ നീക്കാൻ പറ്റുന്ന ഒരു സാധനം, അതായത് ഒരു സ്ലൈഡ് വയർ പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയാം. നമ്മൾ ഒരു സ്ലൈഡ് വയർ ഉണ്ടായിരിക്കും, ഒരു കമ്പി പോലൊരു സാധനം ഉണ്ടായിരിക്കും, ആ കമ്പിയുടെ മുകളിൽ കൂടെ നീക്കാനായിട്ടുള്ള ഒരു പേന പോലൊരു അറേഞ്ച്മെന്റ് ഉണ്ടാവും. പേന എന്ന് പറഞ്ഞാൽ അത്ര ഷാർപ്പ് ടിപ്പായിരിക്കില്ല, കുറച്ചുകൂടി കുറച്ച് രീതിയല്ല, ലൈക്ക് ഒരു വെഡ്ജ് പോലെ ഇരിക്കുന്ന ഒരു ടിപ്പ് വെച്ചിട്ട് ഇങ്ങനെ നീക്കിയിട്ട് ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണോ ബാലൻസ്ഡ് ആവുന്നത്, അപ്പോൾ ആ സമയത്ത് നമുക്ക് EMF എത്രയാണോ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് അതിന്റെ യൂഷ്വൽ മെത്തേഡ്. അപ്പോൾ നമുക്കൊരു അൺനോൺ EMF ഉണ്ട്, പിന്നെ ഒരു സ്റ്റാൻഡേർഡ് സെൽ ഉണ്ടായിരിക്കും, അത് നമുക്ക് കാലിബ്രേഷൻ പൊസിഷനിലേക്ക് ഇടാൻ പറ്റും. അതുപോലെ ഒരു കമ്പിയുടെ ഒരു വയറിന്റെ മുകളിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പേന പോലൊരു സാധനം എന്ന് പറഞ്ഞില്ലേ, അതിങ്ങനെ സ്ലൈഡ് വയറിന്റെ അവിടെ ഡിഫറെന്റ് പോയിന്റിൽ വെച്ചിട്ട് എപ്പോഴാണോ ഗാൽവനോമീറ്ററിന്റെ ഡിഫ്ലക്ഷൻ നള്ളാവുന്നത് ആ സമയത്ത് നമ്മൾ ബാലൻസ്ഡ് ആക്കിയിട്ട് ആ സമയത്ത് വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ യൂഷ്വലി ചെയ്യാം. So in this what you are having, we have seen നമുക്കൊരു ബാറ്ററി ഉണ്ട്, റിയോസ്റ്റാറ്റ് ഉണ്ട്, ഇതിൽ ഒരു സ്ലൈഡ് വയർ ഉണ്ട്, ഒരു സ്ലൈഡിംഗ് കോൺടാക്ട് ഉണ്ട്, നമുക്ക് എവിടെ കൊണ്ട് വയ്ക്കാവുന്ന ഒരു സ്ലൈഡിംഗ് കോൺടാക്ട് ഉണ്ട്. ഈ അറേഞ്ച്മെന്റ്സ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് ഉള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ബേസിക് സ്കീമാറ്റിക് ഡയഗ്രാം ആണ്. സ്ലൈഡ് വയർ DC പൊട്ടൻഷ്യോമീറ്ററിന്റെ ഒരു ഫണ്ടമെന്റൽ ഫിഗർ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് ഇവിടെ ഒരു സ്വിച്ച് കാണാം. ഈ സ്വിച്ചിന് രണ്ട് പൊസിഷൻ ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഐദർ പുട്ട് ഇൻ ഓപ്പറേറ്റ് പൊസിഷൻ ഓർ ഇറ്റ് ക്യാൻ ബി പുട്ട് ഇൻ കാലിബ്രേറ്റ് പൊസിഷൻ. ഇവിടെ കാലിബ്രേറ്റിന് എഴുതി കാണിച്ചിട്ടുണ്ട്, അതുപോലെ ഇവിടെ ഒരു ഓപ്പറേറ്റിന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു EMF സോഴ്സ് ഉണ്ട്, ഇവിടെ ഒരു ഗാൽവനോമീറ്റർ ഉണ്ട്, ഈ കീ ഉണ്ട്. ഈ കീ ഉപയോഗിച്ച് നമുക്ക് സ്ലൈഡ് വയർ കോൺടാക്ട് വഴി നമുക്ക് ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇങ്ങനെ നീക്കാവുന്ന, അതായത് ഈ ഒരു ലെങ്ത്തിന് മുകളിൽ നീക്കാവുന്ന ഒരു പൊസിഷനാണ് നമുക്ക് അതിനകത്ത് ഉള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്ലൈഡ് വയറിന്റെ നമ്മുടെ ഈ S എന്നുള്ള സ്വിച്ച് ഓപ്പറേറ്റ് എന്നുള്ള പൊസിഷനിലേക്ക് ഇടാണ് ചെയ്യുന്നത്. രണ്ട് സ്വിച്ചസ് ഇൻ ഓപ്പറേറ്റ് പൊസിഷൻ, അതുപോലെ ഗാൽവനോമീറ്റർ കീ ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് പിന്നെ ഈ സ്ലൈഡ് വയറിന്റെ മുകളിലേക്ക് മാത്രം, ഇതിങ്ങനെ ക്ലോസ് ചെയ്യില്ല, സ്ലൈഡ് വയറിന്റെ മുകളിലേക്ക്, സ്ലൈഡ് കോൺടാക്ടിന്റെ മുകളിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു പൊസിഷൻ ആണെന്ന് വിചാരിച്ചാൽ നമുക്കത് എവിടെയാണോ ടച്ച് ആവുന്നത് അത് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നൗ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് എത്രത്തോളം വർക്കിംഗ് കറണ്ട് ഇതിലെ പാസ് ചെയ്യുന്നുണ്ട് ഈ സ്ലൈഡ് കോൺടാക്റ്റിൽ കൂടെ, ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് കറണ്ട് ദാറ്റ് ഇസ് പാസ് ത്രൂ ദി സ്ലൈഡിംഗ് കോൺടാക്ട് ക്യാൻ ബി ഡിറ്റർമിൻഡ് ബൈ ദ പൊസിഷൻ ഓഫ് ദിസ് കീ. നമ്മളിത് എവിടെ കൊണ്ടുവയ്ക്കുന്നതനുസരിച്ച് അത്രത്തോളം കറണ്ട് ആണ് അതിലെ പാസ് ചെയ്യുന്നുണ്ടാവുക, ഇല്ലേ? നമ്മളിതിൽ ഏത് പൊസിഷനിൽ വെക്കുന്നോ അത്രയും കറണ്ട് ആയിരിക്കും അതിൽ നമുക്ക് പാസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതേസമയം അതുപോലെ തന്നെ നമുക്ക് എന്താണ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അൺനോൺ വോൾട്ടേജ് ആണ് മെഷർ ചെയ്യേണ്ടത്. അൺനോൺ വോൾട്ടേജ് ഇവിടെ കാണിച്ചിട്ടുണ്ട്, അൺനോൺ EMF ആണ് നമുക്ക് മെഷർ ചെയ്യേണ്ടത്. അപ്പൊ അൺനോൺ EMF എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി വാട്ട് വി ആർ ഡൂയിങ് ഇസ് ദാറ്റ് ഗാൽവനോമീറ്ററിൽ കൂടെ നമുക്ക് ഡിഫ്ലക്ഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക്, അതായത് E1 എന്ന് പറഞ്ഞ പോയിന്റിന് അക്രോസ് ഉള്ള വോൾട്ടേജും ഈ അൺനോൺ വോൾട്ടേജും സെയിം ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗാൽവനോമീറ്റർ കൂടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവാൻ പാടില്ല. അതായത് ഇത് രണ്ടിങ്ങനെ ഒരു പാരലൽ സർക്യൂട്ട് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു പാരലൽ സർക്യൂട്ട് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റീജിയനിൽ, അതായത് A തൊട്ട് C വരെയുള്ള റീജിയനിലുള്ള വോൾട്ടേജും ഈ അൺനോൺ EMFും സെയിം ആണെങ്കിലാണ് നമുക്ക് ഇതിലെ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യാതിരിക്കുക, അല്ലെ? രണ്ട് പാരലൽ പാത്ത് ഉണ്ട്, രണ്ടിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യരുത് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ രണ്ടിൽ കൂടെയും സെയിം വോൾട്ടേജ് ആവണമെന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി ഈ ഗാൽവനോമീറ്റർ കൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവാൻ പാടില്ല.
അതായത് ഏത് പൊസിഷനിലാവുമ്പോഴാണോ ഈ ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് ആ സമയത്താണ് നമുക്ക് ഇത് കാലിബ്രേറ്റഡ് ആണ്, അല്ലെങ്കിൽ നമുക്കിത് ഗാൽവനോമീറ്ററിന് നൾ ഡിഫ്ലക്ഷൻ ആവുന്ന സമയത്താണ് നമുക്ക് അതിലെ സെയിം കറണ്ട് പാസ് ചെയ്യാതെന്ന് പറയാൻ പറ്റും അല്ലെ. ആ ഒരു സിറ്റുവേഷനിൽ ഈ അൺനോൺ ഇഎംഎഫും E1ഉം സെയിം വാല്യൂ ആയിരിക്കും. അതായത് എ സി, നമ്മളിവിടെ സി എന്നുള്ളൊരു പൊസിഷൻ കാണിച്ചിട്ടുണ്ട്. ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണോ ഈ ഗാൽവനോമീറ്റർ നൾ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത് ആ സമയത്തുള്ള വോൾട്ടേജ് വെച്ചിട്ട് നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അതിന് വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് വെച്ചിട്ട്, അതായത് നമ്മൾ ഈ വർക്കിംഗ് കറണ്ടിനെ, അപ്പൊ അതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യുക, ഈ വർക്കിംഗ് കറണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്യുക. ഈ വർക്കിംഗ് കറണ്ടിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണോ അതിനെ നമുക്ക് എന്താ പറയാ, അതിനെ നമുക്ക് ഡിഫ്ലക്ഷൻ ഇല്ലാത്ത രീതിയിലാക്കാൻ പറ്റുന്നത്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ പ്രൊസീജിയറിനെയാണ് നമ്മൾ സ്റ്റാൻഡർഡൈസേഷൻ എന്ന് വിളിക്കുന്നത്. ആ പ്രൊസീജിയറിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റാൻഡർഡൈസേഷൻ എന്ന പേരിട്ട് വിളിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യം അടുത്ത സ്ലൈഡിൽ എഴുതി കാണിച്ചിട്ടുണ്ട്. അതായത് കീ ആദ്യം ഓപ്പറേറ്റ് പൊസിഷനിലും കീ ഓപ്പൺ ആവുന്ന സമയത്ത് ബാറ്ററി നമുക്കൊരു വർക്കിംഗ് കറണ്ട് തരും. ഈ റിയോസ്റ്റാറ്റിൽ കൂടെയും സ്ലൈഡ് വരെ കൂടെ ഒരു വർക്കിംഗ് കറണ്ട് തരും. അതുപോലെ എത്രത്തോളം വർക്കിംഗ് കറണ്ട് ഉണ്ട് എന്നുള്ളത് നമ്മളിവിടെ കാണിച്ചിട്ടുള്ള റിയോസ്റ്റാറ്റിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ വർക്കിംഗ് കറണ്ടിനെ മാറ്റാൻ പറ്റും. പിന്നെ എത്രത്തോളം അവിടെ അൺനോൺ വോൾട്ടേജ് ഉണ്ട് എന്ന് അറിയുന്നത് ഏത് പൊസിഷനിൽ എത്തുമ്പോഴാണോ സീറോ ഡിഫ്ലക്ഷൻ ആവുന്നത്. അതായത് സീറോ ഡിഫ്ലക്ഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം E = E1. നമ്മളിവിടെ കാണിച്ചിട്ടുള്ള E1 എന്ന് പറഞ്ഞ ഏത് പൊസിഷനിലാണോ ആ പൊസിഷനിൽ എത്തുമ്പോൾ ആ വോൾട്ടേജും ഈ വോൾട്ടേജും സെയിം ആയിരിക്കും, കാരണം അതിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. അപ്പോൾ സ്ലൈഡ് വയറിന് എന്താ പ്രത്യേകത വെച്ചാൽ അതിന്റെ ക്രോസ് സെക്ഷൻ യൂണിഫോം ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അസെപ്ഷൻ എന്താ വെച്ചാൽ അതിന്റെ റെസിസ്റ്റൻസ് യൂണിഫോം ആണ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് എത്ര സെന്റിമീറ്ററിലാണോ, കാലിബ്രേറ്റഡ് സ്കെയിൽ ഇൻ സെന്റിമീറ്റർ ആൻഡ് ഫ്രാക്ഷൻ ഓഫ് സെന്റിമീറ്റർ ഇസ് പ്ലേസ്ഡ് along the slide wire so that threading contact can be actually placed. നമുക്ക് എവിടെ വെക്കണം ആ പൊസിഷൻ അനുസരിച്ച് നമുക്ക് ആ സെന്റിമീറ്റർ അനുസരിച്ച് ലെങ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ദ സ്ലൈഡ് വയർ ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിംഗ് ദി വാല്യൂ ഓഫ് ദി വർക്കിംഗ് കറണ്ട്. നമ്മൾ എത്രത്തോളം കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തത് നമ്മൾ മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ്. ഈ ഒരു പ്രൊസീജിയർ വർക്കിംഗ് കറണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വോൾട്ടേജ് ഡ്രോപ്പ് മാച്ച് ആവുന്ന രീതിയിൽ, സ്ലൈഡ് വയർ പോയിന്റിനെ മാച്ച് ആവുന്ന രീതിയിൽ എത്തുന്ന പ്രൊസീജിയറിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡർഡൈസേഷൻ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ബേസിക് ആയിട്ടുള്ള സർക്യൂട്ട് ആണ്. ബട്ട് ഇത് ലാബോറട്ടറിയിൽ നമുക്ക് ഈ പറഞ്ഞ സർക്യൂട്ട് ഉപയോഗിക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം അത് ഭയങ്കര ലെങ്ത് കൂടുതലാണ്. അതിന്റെ സ്ലൈഡ് വയറിന്റെ ലെങ്ത് ഭയങ്കര നീളത്തിലിരിക്കും ഈ സ്ലൈഡ് വയർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാബോറട്ടറിയിലേക്ക് ഉപയോഗിക്കാനായിട്ട് അതിനൊരു പ്രാക്ടിക്കൽ വേർഷൻ ഉണ്ട്, ഒരു പ്രാക്ടിക്കൽ ഫോം ഓഫ് എന്താ പറയാ നമ്മുടെ ഒരു പൊട്ടൻഷ്യോമീറ്റർ ഉണ്ട്. അതിനെ നമ്മൾ ക്രോംപ്ടൺ പൊട്ടൻഷ്യോമീറ്റർ എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ക്രോംപ്ടൺ പൊട്ടൻഷ്യോമീറ്റർ എന്ന് കൂടെ അതിനെ വിളിക്കാട്ടോ. ക്യാൻ ബി ഓൾസോ കോൾഡ് ആസ് ക്രോംപ്ടൺ പൊട്ടൻഷ്യോമീറ്റർ. അത് അതിന്റെ ഒരു പ്രാക്ടിക്കൽ വേർഷൻ ആണ്. ആ ലെങ്ത് ഒന്ന് കുറച്ചിട്ടുള്ള വെർഷൻ ആണ്. അപ്പൊ ലെങ്ത് കുറയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്കൊരു കുറെ സ്റ്റഡുള്ള കുറെ ഡയലുള്ള സ്വിച്ച് വെച്ചിട്ട് നമ്മൾ അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതിനു വേണ്ടി നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് അറേഞ്ച്മെന്റ്സ് ആണ് ഉള്ളത്. ഒന്നൊരു ഡയൽ സ്വിച്ച് ഉണ്ട്, 15 സ്റ്റെപ്പുള്ള ഒരു ഡയലിന്റെ സ്വിച്ച് ഉണ്ട്. അതുപോലെ ഒരു സർക്കുലർ സ്ലൈഡ് വയർ ഉണ്ട്. ഇത് രണ്ടും വെച്ചിട്ട് നമ്മൾ ആ ലെങ്ത്തിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ ഈ സർക്കുലർ വയറിന് നമുക്ക് എത്ര ടേൺ വേണമെങ്കിൽ ഉണ്ടാവും, ഇതിനകത്ത് നമുക്ക് എത്ര സ്റ്റെപ്പ് വേണമെങ്കിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ ഡയൽ സ്വിച്ച് ആണ്, ഇവിടെ ഒരു സിംഗിൾ ഡയൽ സ്വിച്ച് ആണ് കാണിച്ചിരിക്കുന്നത്. ആ സിംഗിൾ ഡയൽ സ്വിച്ചിന്റെ പ്രത്യേകത എന്താണ്? അതിന് നമുക്ക് 15 സ്റ്റെപ്പ് ഉണ്ട്. എത്ര സ്റ്റെപ്പ് ഉണ്ട്? 15 സ്റ്റെപ്പുള്ള ഒരു സിംഗിൾ ഡയൽ സ്വിച്ച് ആണ് കാണിച്ചിട്ടുള്ളത്. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇറ്റ് ഹാസ് ഗോട്ട് 15 സ്റ്റെപ്സ് എന്ന് കാണിച്ചിട്ടുണ്ട് ഇല്ലേ. അതുപോലെ തന്നെ ഓരോ സ്റ്റെപ്പിനും നമുക്കൊരു പ്രസിഷൻ ആയിട്ടുള്ള ഒരു റെസിസ്റ്റർ ഉണ്ട്. ഓരോ സ്റ്റെപ്പിനും ഒരു പ്രസിഷൻ റെസിസ്റ്റർ ഉണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമുക്കൊരു സർക്കുലർ സ്ലൈഡ് വയറും കൂടി ഉണ്ട്. ആ സർക്കുലർ സ്ലൈഡ് വയറിന്റെ പ്രത്യേകത എന്താണ്? അതൊരു സിംഗിൾ ടേൺ സർക്കുലർ സ്ലൈഡ് വയർ ആണ്. അതിന് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ റെസിസ്റ്റർ, ഓരോ പോയിന്റിനും നമുക്ക് 10 ഓം ആണ്. ഒരു റെസിസ്റ്റൻസിന് 10 ഓം കിട്ടുന്ന രീതിയിലാണ് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് ഇതിന് എത്ര സ്റ്റെപ്പ് ഉണ്ട്? 15 സ്റ്റെപ്പ് ഉണ്ട്. ഓരോന്നും 10 ഓം വെച്ചിട്ടാണ്. 15 സ്റ്റെപ്പ് ഉണ്ട്, ഓരോന്നും 10 ഓം വെച്ചിട്ടാണ് നമുക്ക് ഓരോ സ്റ്റെപ്പ് ഇടുമ്പോഴും കൂടുതൽ. അപ്പൊ ടോട്ടൽ എത്ര ഉണ്ടാവും? 10 × 15 150 ഓം വരെ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും റെസിസ്റ്റൻസ് ഇല്ലേ. 15 സ്റ്റെപ്സ് ഉണ്ട്, ഓരോ സ്റ്റെപ്പും 10 ഓമിന്റെ സ്റ്റെപ്പ് ആണ്. വിച്ച് മീൻസ് ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര ഉണ്ടാവും? 150 ഓം ആയിരിക്കും നമുക്ക് ടോട്ടൽ സ്റ്റെപ്പ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ടോട്ടൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഇവിടെ സർക്കുലർ റെസിസ്റ്റൻസിന് എങ്ങനെയാണ്? നമുക്ക് 10 ഓമിന്റെ റെസിസ്റ്റർ ആണ് അവിടെ കാണിച്ചിട്ടുള്ളത് അല്ലെ. 10 ഓമിന്റെ റെസിസ്റ്റർ ആണ് കാണിച്ചിട്ടുള്ളത്. അതിനർത്ഥം എന്താണ്? വർക്കിംഗ് കറണ്ട്, പൊട്ടൻഷ്യോമീറ്ററിന്റെ വർക്കിംഗ് കറണ്ട് 10 മില്ലി ആംപിയർ ആണെന്ന് വിചാരിക്കാം. ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട് വർക്കിംഗ് കറണ്ട് എന്താ പറയാ, 10 മില്ലി ആംപിയർ ആണ് വർക്കിംഗ് കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. 10 മില്ലി ആംപിയർ ആണ് വർക്കിംഗ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പും എത്ര വോൾട്ടിനെയാണ് ഡിനോട്ട് ചെയ്യേണ്ടത്? ഓരോ സ്റ്റെപ്പും എത്ര വോൾട്ടിനെയാണ് ഡിനോട്ട് ചെയ്യേണ്ടത്? എത്ര വോൾട്ടിനെ ഓരോ സ്റ്റെപ്പും കാണിക്കുക?
10 ഓം ഉണ്ട്, 10 ഓം ഇൻറ്റു 10 മില്ലി ആംപിയർ, 10 ഓം ഇൻറ്റു 10 മില്ലി ആംപിയർ 10 ഇൻറ്റു 10⁻³ ഇൻറ്റു 10 ഓം അല്ലേ, സോറി 10 മില്ലി ആംപിയർ. ഓരോന്നും കാണിക്കുന്നത് 10 ഓമിനാണ്. അപ്പൊ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും നമുക്ക്? 100 ഇൻറ്റു 10⁻³ എന്ന് കിട്ടും. 10⁻³ അപ്പൊ അതിന്റെ അർത്ഥം എന്താ? 0.1 വോൾട്ട്. ഓരോന്നും 0.1 വോൾട്ടിനെയാണ് ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലെ. each step of the dial switch corresponds to 0.1 volt. ഓക്കെ, അതുപോലെ തന്നെ സ്ലൈഡ് വയറിന് നമുക്ക് എത്രയാണ് ഉള്ളത്? സ്ലൈഡ് വയറിന് നമുക്ക് 200 സ്കെയിൽ ഡിവിഷൻസ് ആണ് ഉള്ളത്. സ്ലൈഡ് വയറിന് നമുക്കുള്ളത് 200 സ്കെയിൽ ഡിവിഷൻസ് ആണ് നമ്മുടെ സ്ലൈഡ് വയറിനുള്ളത്. ഓക്കെ, ഐ റിപ്പീറ്റ്, സ്ലൈഡ് വയറിന് നമുക്കുള്ളത് 200 സ്കെയിൽ ഡിവിഷൻസ് ആണ്. അപ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയുണ്ടാവും? ടോട്ടൽ റെസിസ്റ്റൻസ് എത്രയുണ്ടായിരിക്കും നമുക്ക്? ടോട്ടൽ റെസിസ്റ്റൻസ് 0.1 ഓമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസ് 0.1 ഓമിനെയാണ് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസ് 0.1 വോൾട്ടിന്, ഓമല്ല 0.1 വോൾട്ടിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ടോട്ടൽ റെസിസ്റ്റൻസ് ഡിനോട്ട് ചെയ്യുന്നത് 0.1 വോൾട്ടിനെയാണ്. അതുപോലെ നമുക്ക് എത്ര സ്കെയിൽ ഡിവിഷൻസ് ഉണ്ട്? 200 ഡിവിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. എത്ര ഡിവിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു? 200 ഡിവിഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ടോട്ടൽ 0.1 വോൾട്ടിനെ ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ അർത്ഥം ഒരു സ്കെയിൽ, 200 സ്കെയിലിന്റെ മൊത്തം ഒരെണ്ണം എത്രയാണ് ഡിനോട്ട് ചെയ്യും? 0.1 ഡിവൈഡഡ് ബൈ 200 വോൾട്ടിനെ ആയിരിക്കും ഒരു സ്കെയിൽ യൂണിറ്റ് ഡിനോട്ട് ചെയ്യുന്നത്. 0.1 ഡിവൈഡഡ് ബൈ 200. അതിന്റെ അർത്ഥം എത്രയാ? 0.0005. അതായിരിക്കും എന്തിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക? ഒരു പോയിന്റിനെ ഡിനോട്ട് ചെയ്യുന്നുണ്ടാവുക അല്ലേ. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ സുഖമായിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂഷ്വലി എന്താ ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതാണ് അതിന്റെ മെത്തേഡ്. ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഡയൽ സ്വിച്ചിന് നമുക്ക് എത്ര സ്റ്റെപ്പാണുള്ളത്? 15 സ്റ്റെപ്പ് ഉണ്ട്. ഓരോന്നിനും പ്രസിഷൻ റെസിസ്റ്റർ ഉണ്ട്. ഒരു സിംഗിൾ ടേൺ സർക്കുലർ വയർ ഉണ്ട്. അതുപോലെ സ്ലൈഡ് വയറിന്റെ ടോട്ടൽ റെസിസ്റ്റൻസ് 10 ഓം ആണ്. ഓരോ ഡയൽ റെസിസ്റ്ററിനും 10 ഓമിന്റെ വാല്യൂ ഉണ്ട്. വർക്കിംഗ് കറണ്ട് 10 മില്ലി ആംപിയർ ആണ്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പും കാണിക്കുന്നത് 10 മില്ലി ആംപിയർ ആണെങ്കിൽ 10 ഓം ഉണ്ട്, 10 മില്ലി ആംപിയർ ആണ്. 0.1 വോൾട്ടിനെയാണ് ഓരോന്ന് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ സ്ലൈഡ് വയറിന് 200 സ്കെയിൽ ഡിവിഷൻ ഉള്ളത്. അതിന്റെ അർത്ഥം ഒരു ഡിവിഷൻ 0.0005നെയാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്കിതൊരു ഡബിൾ ത്രോ സ്വിച്ച് പോലെയാണ്. അതുപോലെ തന്നെ ഈ ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് 2 പൊസിഷനിലേക്ക് മാറ്റി ഇടാവുന്ന സ്വിച്ച് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. 2 തരത്തിൽ നമുക്ക് മാറ്റി ഇടാവുന്ന സ്വിച്ച് പോലെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതിന് കാലിബ്രേറ്റ് ഓപ്പോസിഷനിലേക്കോ ഓപ്പറേറ്റ് പൊസിഷനിലേക്കോ ഇടാൻ പറ്റും. അതുപോലെ തന്നെ കീ ആൻഡ് പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റർ ഓഫ് അബൌട്ട് 10 കിലോ ഓം ഇൻ ദ ഗാലനോമീറ്റർ സർക്യൂട്ട്. നമ്മുടെ ഈ ഗാലനോമീറ്റർ സർക്യൂട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ അതിൽ എന്ത് വെച്ചിട്ടുണ്ട്? അതിന്റെ കൂടെ തന്നെ നമുക്ക് അഡീഷണൽ ആയിട്ടുള്ള ഒരു പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു 10 കിലോ ഓമിന്റെ ഒരു പ്രൊട്ടക്റ്റീവ് റെസിസ്റ്റർ വെച്ചിട്ടുണ്ട്. ആർക്കൊപ്പം? ഈ ഗാലനോമീറ്ററിന്റെ ഒപ്പം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ലാബോറട്ടറി ടൈപ്പ് പൊട്ടൻഷ്യോമീറ്ററിന്റെ ഒരു ജനറൽ മെത്തേഡ്. Okay, then next is voltage ratio box. I think that we can see in the next video, otherwise the time may not be sufficient. Okay, so thank you all.